ഇതാണ് കുഞ്ഞിമംഗലം മാങ്ങ. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ പയ്യന്നൂരിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെ കണ്ടുവരുന്ന ഒരുതരം മാങ്ങയാണ് കുഞ്ഞിമംഗലം മാങ്ങ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് കേട്ടോ ഇന്ത്യ. കിങ് ഓഫ് മാംഗോസ് എന്ന് പറയുന്ന അൽഫോൺസോ അതുപോലെ മൽഗോവ ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ ഇന്ത്യ. അത്തരം മാങ്ങകളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കണ്ണൂർ ജില്ലയിലെ 2 തരം മാങ്ങകളാണ് കുഞ്ഞിമംഗലം മാങ്ങയും കുറ്റ്യാട്ടൂർ മാങ്ങയും. ഈ കുഞ്ഞിമംഗലം മാങ്ങയുടെ ഒരു അനുജൻ എന്നൊക്കെ പറയാം കുറ്റ്യാട്ടൂർ മാങ്ങയെ. കുറ്റ്യാട്ടൂർ മാങ്ങയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് GI ടാഗ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം കണ്ടുവരുന്ന പ്രൊഡക്ട്സിന് ഗവൺമെന്റ് നൽകുന്ന ഒരു ലേബിളിംഗ് ആണ് കേട്ടോ GI ടാഗ് കേട്ടോ, അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. പഴുത്തു കഴിഞ്ഞാൽ നല്ല വാസനയുള്ള ഈ കുഞ്ഞിമംഗലം മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ഓറഞ്ചിഷ് റെഡ് കളറാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുഞ്ഞിമംഗലം മാങ്ങയ്ക്ക് വളരെ ഡിമാൻഡുമുണ്ട്. എല്ലാ വർഷവും കുഞ്ഞിമംഗലത്തുള്ള മല്യോട്ട് പാലോട്ടുകാവിലെ വിഷു മഹോത്സവത്തിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് എനിക്ക് ഈ കുഞ്ഞിമംഗലം മാങ്ങ വീണ്ടും രുചിക്കാനുള്ള അവസരം കിട്ടുന്നത്. പഴുത്ത മാങ്ങ ഏറെ ഇഷ്ടമുള്ളതാണെങ്കിലും കുഞ്ഞിമംഗലം മല്യോട്ടുകാവിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഇളം പഴുപ്പുള്ള മാങ്ങ ഉപയോഗിച്ച് ഒരു പ്രത്യേക തരം വിഭവം ഉണ്ടാക്കും കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ആ ഒരു വിഭവത്തിന്റെ പേരാണ് മാങ്ങാ പെരക്ക്. ഇളം പഴുപ്പുള്ള മാങ്ങ, വെള്ളരിക്ക ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതൊക്കെ സമാസമം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ മാങ്ങ പെരക്ക് ചോറിനോടൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ. ഏട്ടാ കുഞ്ഞിമംഗലം മാങ്ങയുണ്ടോ? എത്ര ഏട്ടാ കിലോന് വരുന്നത്? 80. നല്ല സ്മെല്ലാണ്. ഇനി കണ്ണൂർ വരുവാണെങ്കിൽ കുഞ്ഞിമംഗലം വില്ലേജൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു മാങ്ങ കൂടിയാണ് ഈ കുഞ്ഞിമംഗലം മാങ്ങ. അതോടൊപ്പം ഈ മാങ്ങ പെരക്ക് എന്ന് പറഞ്ഞ ഒരു ഡിഷ് കൂടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായും അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.